കോവിഡ് കണക്കുകൾ ഇന്നത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നും കോവിഡ് കണക്കുകൾ വലിയ തോതിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു. 7445 പേർക്ക് ഇന്ന് സംസ്ഥാനത്ത് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. 3391 പേർ ഇന്ന് രോഗത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,493 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 17 പുതിയ ഹോട്ട്സ്പോട്ടുകൾ, 14 പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ഇന്ന് 956 പേർ, എറണാകുളം 924 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 915 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് ഇന്നലെ 1000 കടന്നിരുന്നു, പക്ഷേ ഇന്ന് കുറവുണ്ട്. 853 പേർക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ കോഴിക്കോടും എറണാകുളത്തും മലപ്പുറത്തും വലിയ തോതിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. കൊല്ലത്ത് 690 പേർക്ക് രോഗബാധ, തൃശ്ശൂരിൽ 573 പേർ കോവിഡ് രോഗം ബാധിച്ചിരിക്കുന്നു. പാലക്കാട് 488 പേര്, ആലപ്പുഴയിൽ 476 ആളുകൾ, കോട്ടയം 426, കണ്ണൂർ 332, പത്തനംതിട്ട 263, കാസർഗോഡ് 252, വയനാട് 172, ഇടുക്കി 125 എന്നിങ്ങനെയാണ് ഇന്ന് രോഗബാധ വിവിധ ജില്ലകളിൽ സ്ഥിരീകരിച്ചിരിക്കുന്നവരുടെ എണ്ണം. 21 മരണങ്ങൾ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 62 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 309 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 6404 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 561 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ആകെ 6965 സമ്പർക്ക രോഗികളാണ് ഉള്ളത്. കോഴിക്കോട് ഒപ്പം തന്നെ 97 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 19 ആരോഗ്യ പ്രവർത്തകർ, കണ്ണൂരിൽ 17 പേർ, പത്തനംതിട്ടയിൽ 13 ആരോഗ്യ പ്രവർത്തകർ, കൊല്ലം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 9 വീതം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കോഴിക്കോട് 6 പേർ, മലപ്പുറം 5, തൃശ്ശൂർ 3, കോട്ടയം 2, ആലപ്പുഴ 1, വയനാട് 4 എന്നിങ്ങനെയാണ് ഇന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലെ 12 നേവി ജീവനക്കാർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3391 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 434 ആളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കൊല്ലത്ത് 269, പത്തനംതിട്ടയിൽ 125, ആലപ്പുഴയിൽ 306, കോട്ടയത്ത് 123, ഇടുക്കിയിൽ 94, എറണാകുളത്ത് 337 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശ്ശൂരിൽ 215 പേർ, പാലക്കാട് 206, മലപ്പുറത്ത് 399, കോഴിക്കോട് 403, വയനാട് 117, കണ്ണൂർ 153, കാസർഗോഡ് 210 എന്നിങ്ങനെയാണ് ഇന്ന് രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചവരുടെ എണ്ണം. 56,709 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 1,17,921 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടി സുഖം പ്രാപിക്കുകയുണ്ടായി. ജീവൻ നൽകും വിശദാംശങ്ങൾ. ജീവൻ, ഇന്നും സംസ്ഥാനത്ത് കോവിഡ് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്. 7445 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. രോഗമുക്തി കണക്കുകൾ, പരിശോധനാ കണക്കുകൾ ഒക്കെ സമഗ്രമായി ജീവൻ. ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഉയർന്ന രോഗനിരക്കാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 7445 എന്നതാണ് ഇവിടുത്തെ ഇന്നത്തെ കണക്ക് വിവരങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ രോഗബാധിതരായിരിക്കുന്ന ഏതാണ്ട് 6404 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 561 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടിയുണ്ട്. ഇന്ന് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അത് ഏറ്റവും കൂടുതലായി രോഗബാധ ഉണ്ടായിരിക്കുന്ന ജില്ല കഴിഞ്ഞ ഏതാനും നാളുകളായി ഉണ്ടായിരുന്നത് തിരുവനന്തപുരമാണെങ്കിൽ ഇന്നത് കോഴിക്കോട് 956, അതിൻ്റെ തൊട്ട് താഴെ എറണാകുളം 924, മലപ്പുറം 915, 4-ാം സ്ഥാനത്താണ് തിരുവനന്തപുരം ഇന്ന് നിൽക്കുന്നത് 853, കൊല്ലം 610, തൃശ്ശൂർ 573, പാലക്കാട് 488, ആലപ്പുഴ 476, കോട്ടയം 426, കണ്ണൂർ 332, പത്തനംതിട്ട 263, കാസർഗോഡ് 252, വയനാട് 172, ഇടുക്കി 125 എന്നിങ്ങനെയാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ തന്നെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചതും ഏതാണ്ട് ഇതിന് സമാനമായ രൂപത്തിൽ തന്നെയാണ്. ഏതാണ്ട് 6956 പേർ, അതായത് ആകെ രോഗബാധിതരിൽ 6956 പേർക്കും രോഗം ബാധിച്ചിരിക്കുന്നത് സമ്പർക്കത്തിലൂടെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 62 പേർ ഈ കാര്യത്തിൽ വിദേശ രാജ്യത്തു നിന്നും 309 പേർ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.
അതോടൊപ്പം 21 മരണങ്ങൾ ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും നമ്മളുടെ ഈ NIV ആലപ്പുഴയിലെ പരിശോധനാ ഫലത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഈ മരണസംഖ്യ ഉയരാനാണ് സാധ്യത. 97 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നു. അതിൽ തിരുവനന്തപുരം 19 ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നു. രോഗം സ്ഥിരീകരിച്ച് ഇന്ന് നെഗറ്റീവായവരുടെ എണ്ണമാണ് നമുക്ക് നോക്കേണ്ടത്. 7400-ലേറെ ആളുകൾക്ക് ഇത്തരത്തിൽ രോഗബാധയുണ്ടായപ്പോൾ കേവലം 3391 പേരുടെ പരിശോധനാ ഫലം മാത്രമാണ് ഇന്ന് നെഗറ്റീവായിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഇപ്പോഴും 2,27,831 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇന്ന് രാവിലെ കൂടി ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കണക്കിലേക്ക്, ഒരു ഭീതിതമായ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. 24 മണിക്കൂറിനിടെ മാത്രം നമ്മൾ പരിശോധനയുടെ തോത് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ള ഏക പോംവഴി. അത് ദിവസം 50,000 എങ്കിലും ചെയ്യണം എന്ന തരത്തിലാണ് നമ്മളുടെ ഗവൺമെൻറ് ഒരു ലക്ഷ്യമിടുന്നത്. ഇന്ന് 24 മണിക്കൂറിനിടെ 54,493 സാമ്പിളുകൾ പരിശോധിച്ചു. അതിൽ മുൻഗണനാ വിഭാഗം, മുൻഗണനേതര വിഭാഗത്തിൽ വരുന്ന എല്ലാ ആളുകളുമുണ്ട്. അവരിൽ നമ്മൾ പരിശോധന എപ്പോഴാണോ സാധാരണഗതിയിൽ കൂടുതലാക്കുക, അപ്പോഴാണ് ഇതിൻ്റെ ഒരു സാഹചര്യം കൂടുതലായി വരുന്നത് എന്നതുകൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് 17 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 14 പ്രദേശങ്ങളിലെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും ഒഴിവാക്കി. ഇതോടുകൂടി 655 പ്രദേശങ്ങൾ ഇപ്പോഴും ഹോട്ട്സ്പോട്ട് ഏരിയയായി തുടരുകയാണ്. ആകെ രോഗബാധിതരുടെ എണ്ണം ഇതുവരെ നമുക്ക് ഇനി ചികിത്സയിലുള്ളത് ഏതാണ്ട് 56,709 പേരാണ്. രോഗമുക്തി നേടിയതിൻ്റെ കണക്കിൽ നമ്മൾ ഏതാണ്ട് 1,17,921. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് രോഗമുക്തി നേടുന്ന ആളുകളും രോഗബാധിതരാകുന്ന ആളുകളും തമ്മിൽ നേരിരട്ടിയുടെ വ്യത്യാസമാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. വളരെ ഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ശരി, ഞാൻ ജീവനിലേക്ക് തിരികെ എത്താം. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോടാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരമായിരുന്നു. എന്നാൽ ഇത് കോഴിക്കോട് കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. കൊല്ലത്ത് ഇന്ന് 690 ആളുകൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജ്കുമാർ, കൊല്ലത്ത് നിന്ന് 690 ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായും രോഗവ്യാപനം കൂടുതലുള്ളത്? എത്ര ആളുകൾക്ക് ഇന്ന് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? കൊല്ലത്തെ ഒരു സമഗ്രമായ ചിത്രം എന്താണ്? അതായത് ഇപ്പോൾ ഏതാണ്ട് 4,800 പേരാണ് കൊല്ലം ജില്ലയിൽ ആകെ കോവിഡ് ബാധിതരായി ചികിത്സയിൽ കഴിയുന്നത്. ഇതില് ഇന്ന്, അതായത് ഗൃഹനിരീക്ഷണത്തിലേക്ക് ഇന്ന് വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഗൃഹനിരീക്ഷണത്തിലുള്ളത് 21,452 പേർ ഗൃഹനിരീക്ഷണത്തിലുണ്ട്. ഗൃഹനിരീക്ഷണം പൂർത്തീകരിച്ചത് 1,138. ആശുപത്രി നിരീക്ഷണം പൂർത്തിയാക്കിയവർ 186. ഇന്ന് ഗൃഹനിരീക്ഷണത്തിലേക്ക് പുതുതായിട്ട് വന്നവർ 1,217. അതേസമയം ഇന്ന് ആശുപത്രി നിരീക്ഷണത്തിലേക്ക് പോയവർ 317 പേർ. ആകെ ഇന്ന് ജില്ലയിൽ 20,000 പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ആന്റിജൻ ടെസ്റ്റിനും ട്രൂനാറ്റിലും RT-PCR-ലുമായിട്ടാണ് 19,757 പേര് ഇന്ന് ഇതിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 40,968 പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുണ്ട്. 6,582 പേർ ഇതില് സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമുണ്ട്. ഈ നിലവിലുള്ള ഒരു സ്ഥിതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലും കുതിച്ചു കയറുകയാണ്. ആദ്യഘട്ടത്തിൽ ഇത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളും അല്ലെങ്കിൽ ആ ഗ്രാമ മേഖലകളിലായിരുന്നു കൂടുതലായി ആദ്യം രോഗബാധ കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നഗരത്തിലേക്ക്, കൊല്ലം നഗരം ഉൾപ്പെടെ കൊല്ലം കോർപ്പറേഷൻ ഏരിയയിലേക്ക് ഇതിന്റെ വ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന ഒരു ഡിവിഷൻ എന്നല്ല, എല്ലാ ഡിവിഷനിലും അതിന്റെ അനുപാതം അനുസരിച്ച് തന്നെ ഉയരുകയാണ്. അതേസമയം ഇപ്പോൾ CFLGC ആശുപത്രികളുടെ എണ്ണവും വർദ്ധിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. നിലയിൽ കൊല്ലം ജില്ലയിൽ മാത്രം 700ഓളം പേർ കോവിഡ് ബാധിതരായി വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ലൈൻ ആശുപത്രികൾക്ക് പുറമെയാണത്. അത് കൂടാതെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കോവിഡ് രോഗികളെ, നിലവിലുള്ള 4,800ഓളം രോഗികളിൽ 800ഓളം പേർ കൊല്ലം ജില്ലയില് വീടുകളിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരെ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഹോസ്പിറ്റൽസിലേക്കോ പോയിട്ടില്ല. ആ നിലയിലാണ് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ രോഗവ്യാപനത്തിന്റെ ഒരു തോത്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 690 ആളുകൾക്കാണ് കൊല്ലത്ത് രോഗബാധ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ മൊത്തം കണക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം. പ്രധാനമായും നമ്മുടെ ജാഗ്രത കുറവ് തന്നെയാണ് ഇത്തരത്തിൽ രോഗം ബാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്ന ഒരു ജാഗ്രത കുറവ് ഓരോ പൗരന്മാർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഏതായാലും ഇന്ന് തിരുവനന്തപുരത്തല്ല, കോഴിക്കോടാണ്
ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് ഇന്ന് 956 ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട്. തൊട്ടുപുറകിൽ എറണാകുളം 924 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് 915 പേർക്ക്. തിരുവനന്തപുരത്ത് ഇന്ന് 853 പേർക്കാണ്. ഇന്നലത്തേക്കാൾ 200 പേരുടെ എണ്ണം കുറവുണ്ട് തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ. ഏതായാലും ഓരോ ദിവസവും ചെല്ലുന്തോറും പരിശോധനകൾ കൂട്ടിക്കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 54,000-ലധികം സാമ്പിളുകൾ പരിശോധിച്ച ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട് നിന്ന് ലതീഷ് ചേരുന്നു. ലതീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്തായിരുന്നു ഏറ്റവും കൂടുതൽ രോഗബാധ. എന്നാൽ ഇന്ന് കോഴിക്കോട് ആണ് ഏറ്റവും കൂടുതൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കോഴിക്കോട് ഈ രോഗബാധ ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? മറ്റൊരു സമഗ്രമായ വിവരങ്ങൾ ജില്ലയിൽ എങ്ങനെയാണ്? മനു, കോഴിക്കോട് ജില്ലയിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ ഏറ്റവും ഉയർന്ന എണ്ണമാണ്, അല്ലെങ്കിൽ ഉയർന്ന നിരക്കാണ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 956 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത്. ഈ മാസം 24-ന് 883 പേർക്ക് കോവിഡ് പോസിറ്റീവായതാണ് ഏറ്റവും ഉയർന്ന നിരക്ക്. എന്നാൽ ഇന്നലെയൊക്കെ അല്പം കുറഞ്ഞിരുന്നു. ഇന്നലെ 684 പേർക്കായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇന്നത്തെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് ബാധിച്ച ജില്ല എന്നുള്ളത് കോഴിക്കോട്ടേക്ക് വന്നിരിക്കുകയാണ്. 956 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 5 പേർ വിദേശത്ത് നിന്നെത്തിയവരാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ 43 പേരാണ്. സമ്പർക്കം വഴി 879 പേർക്കാണ് ഇന്നിപ്പോൾ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ ഉറവിടം വ്യക്തമല്ലാത്ത 29 കേസുകളുമുണ്ട്. ഇന്ന് 403 പേർക്ക് രോഗം ഭേദമായി ആശുപത്രി വിടുന്ന സാഹചര്യവുമുണ്ട്. നിലവിലെ പോസിറ്റീവ് ആയി ചികിത്സയിൽ കഴിയുന്ന കോഴിക്കോട് ജില്ലക്കാരുടെ എണ്ണം പരിശോധിച്ചാൽ 5782 ആണ്. ഇന്ന് 7437 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം ഇന്ന് 277 പേർക്ക് രോഗബാധ ഉണ്ടായിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിർത്തിയവരിൽ 43 ആകെ ഉള്ളത്. അതിൽ കൊടുവള്ളിയിൽ 24 പേരുണ്ട്. ഈ 24 പേരും അതിഥി തൊഴിലാളികളാണ്. ഉറവിടം വ്യക്തമല്ലാത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ച 29 കേസുകളാണ് ഉള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ബേപ്പൂർ 61, അരക്കിണർ, നടുവട്ടം ഡിവിഷനുകളിൽ ഉൾപ്പെടെ അങ്ങനെ ആ പ്രദേശങ്ങളിലെല്ലാം രോഗവ്യാപനം വലിയ തോതിൽ നടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മറ്റൊരു മേഖല എന്ന് പറയുന്നത് ചെക്യാടാണ്. ചെക്യാട് ഇന്ന് 124 പേർക്കാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. വടകരയിൽ 44 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം ഇന്നത്തേത് വന്നിരിക്കുന്നത് 7 പേർക്കാണ് കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം. എന്തായാലും 5782 പേർ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് അല്പസമയം മുമ്പ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. കളിസ്ഥലങ്ങൾ, മൈതാനങ്ങൾ, ഒപ്പം ഓഡിറ്റോറിയങ്ങൾ, ജിംനേഷ്യം, ടർഫ് എന്നിവിടങ്ങളിൽ അനുമതി നൽകിയിരുന്നു നേരത്തെ. എന്നാൽ അത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായും അടച്ചിടാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം മരണാനന്തര ചടങ്ങുകളിൽ 20 പേർക്കും വിവാഹ ചടങ്ങുകളിൽ 50 പേർക്കും മാത്രം പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് ഈ രോഗപ്രതിരോധ പ്രവർത്തനം ശക്തമായി നടപ്പാക്കാൻ തന്നെയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും തീരുമാനിച്ചിരിക്കുന്നത്. മനു, ശരി. ലതീഷാണ് വിവരങ്ങൾ കോഴിക്കോട് നൽകിയതെന്ന്. ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും അഭിറാം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. തൃശ്ശൂരിൽ നിന്ന് 573 ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അഭിറാം, തൃശ്ശൂരിൽ ഇന്ന് 573 ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം പ്രധാനമായും ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്? രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചവരുടെ എണ്ണം എങ്ങനെയാണ്? ഒപ്പം പ്രതിരോധ നടപടികൾ ഏത് രീതിയിൽ നടക്കുന്നു? മനു, തൃശൂർ ജില്ലയിൽ 573 പേർക്ക് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ഏറ്റവും ഉയർന്ന കണക്കുകൾ ഒന്നാണ് ഇന്ന് ജില്ലയിൽ ഇപ്പോൾ സ്ഥിരീകരിച്ച കണക്ക്. അതുതന്നെ 562 പേർക്ക് സമ്പർക്കം വഴിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യമാണ്. ജില്ലയിൽ സമ്പർക്കങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് നിലവിൽ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ജില്ലയിൽ ഇന്ന് സ്ഥിരീകരിച്ചതിൽ 9 കേസുകളുടെ ഉറവിടം ജില്ലയിൽ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനമായും പറയാവുന്ന കാര്യം ഈ സമ്പർക്ക രോഗികൾ ഉള്ളപ്പോഴും ഉറവിടം അറിയാത്ത രോഗികളുടെ എണ്ണത്തിൽ ജില്ലയിൽ കാര്യമായ വർധനവില്ല എന്നുള്ളത്. കാരണം കൃത്യമായി എവിടെയാണ് രോഗം സ്വീകരിച്ചത്, ഏത് രീതിയിലാണ് രോഗം പിടിപെട്ടെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് 573 9 കേസുകളുടെ മാത്രം ഉറവിടം നമുക്ക് അറിയാൻ
കഴിയാതെ ഉള്ളൂ. അതോടൊപ്പം തന്നെ 215 പേർ ജില്ലയിൽ പുതുതായി കോവിഡ് രോഗമുക്തരുമായിട്ടുണ്ട്. നിലവിൽ 4092 പേരാണ് തൃശൂർ ജില്ലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. തൃശൂർ കേസുകളായി 111 പേർ മറ്റു ജില്ലകളിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കോവിഡ് പോസിറ്റീവായത് 4 ആരോഗ്യ പ്രവർത്തകർക്കും ഒരു ഫ്രണ്ട്ലൈൻ കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന 7 പേർക്കും വിദേശത്ത് നിന്ന് 4 പേർക്കും തൃശൂർ ജില്ലയിൽ കോവിഡ് പോസിറ്റീവായി. എന്തായാലും തൃശൂർ ജില്ലയിൽ കോവിഡ് ജാഗ്രതാ പ്രവർത്തനം കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ മേഖലകളിലും കൃത്യമായി തന്നെ ജാഗ്രത ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ചില മേഖലകളിൽ കൃത്യമായി തന്നെ കോവിഡ് വ്യാപന സാധ്യതയിടങ്ങളാണ്. അവിടെ എല്ലാം തന്നെ കൃത്യമായി ജാഗ്രത പുലർത്താൻ ഇപ്പോൾ നിലവിൽ ആരോഗ്യ വകുപ്പിന് കഴിയുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകൾ കൃത്യമായി തന്നെ നിലനിർത്തിക്കൊണ്ടും അവിടങ്ങളിൽ കൃത്യമായി ജാഗ്രത പുലർത്താനും ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും കൃത്യമായി ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്തായാലും ജില്ലയിൽ സമ്പർക്കങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടാകുമ്പോഴും ഉറവിടമറിയാത്ത കേസുകളും കോവിഡ് മുക്തരാകുന്നവരുടെ എണ്ണവും അത് പുരോഗതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ശരി, അഭിറാമാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ 573 ആളുകൾക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 215 ആളുകൾ രോഗത്തിൽ നിന്ന് മുക്തി നേടിയ ഒരു സാഹചര്യമുണ്ട്. തൃശ്ശൂരിൽ ഇപ്പോൾ ആകെ ചികിത്സയിൽ കഴിയുന്നത് 4491 ആളുകളാണ്. 573 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിക്കുന്നു. 215 പേർ രോഗമുക്തരാകുന്നു. 4491 ആളുകൾ ഇന്ന് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നു. ഇപ്പോൾ ആലപ്പുഴയിലെ വിശദാംശങ്ങൾ നൽകാനായി ഷാജഹാൻ ചേരുന്നുണ്ട്. 476 ആളുകൾക്കാണ് ഇന്ന് ആലപ്പുഴയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 306 പേർക്ക് രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഷാജി, ആലപ്പുഴയിൽ 476 ആളുകൾക്ക് ഇന്ന് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ആലപ്പുഴയുടെ ഒരു കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകളും നടപടികളുമൊക്കെ നമുക്ക് പറയാൻ കഴിയുക? മനു, ആലപ്പുഴയിൽ 476 പേർക്കാണുള്ളത്. അതിൽ 426 പേര് സമ്പർക്ക രോഗികളാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ 500-ന് മുകളിലായിരുന്നു രോഗികളുടെ കണക്ക്. ആലപ്പുഴ ജില്ലയിലും രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് കാണുന്നുണ്ട്. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ജില്ലാ ആരോഗ്യ വകുപ്പുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ രോഗമുക്തരായിട്ടുള്ളവരാകെ 8754 പേരാണ്. ഇത്തരത്തിൽ രോഗികൾ പൂർണ്ണമായിട്ടും ആലപ്പുഴ നഗരത്തിൽ മാത്രമല്ല പ്രാദേശികമായിട്ടും എല്ലാ മേഖലകളിലും രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രോഗബാധിതരുടെ എണ്ണം കൂടുതലായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മിക്ക സ്റ്റേഷനുകളിലും ഇപ്പോൾ ക്വാറന്റൈനിലാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും രോഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളും മറ്റും നൽകുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രോഗികളുടെ പരിശോധനകളും കൂടുതൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ കൂടുന്നതും രോഗികളുടെ ഉറവിടം അറിയാത്ത രോഗികളും അതോടൊപ്പം തന്നെ ഉള്ളിൽ രോഗമുള്ളവർക്കും അത്തരത്തിലുള്ള കേസുകളും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇന്നിപ്പോൾ ഏതാണ്ട് 476 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. 476 പേർക്ക് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട ജില്ല ഇന്ന് രോഗം കൂടുതലുള്ളത് മലപ്പുറമാണ്. 915 പേർക്കാണ് അവിടെ രോഗമുണ്ടായിരിക്കുന്നത്. സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. സ്വാലി, മലപ്പുറത്ത് വീണ്ടും രോഗബാധിതരുടെ എണ്ണം കൂടുന്നൊരു സാഹചര്യം. ഇന്ന് 915 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രധാനമായും മലപ്പുറത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? മനു, മലപ്പുറത്ത് ഇന്ന് രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലത്തെക്കാൾ 100 പേർ അധികം ഇന്ന് രോഗബാധിതരായിരിക്കുന്നു. 915 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 848 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഉറവിടമറിയാത്ത രോഗബാധിതർ 40 പേരുണ്ട്. 5 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ 4757 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. 34,387 പേർ നിരീക്ഷണത്തിലുണ്ട്. മലപ്പുറം ജില്ലയിൽ 900 കടന്നതോടെ വലിയ മുന്നൊരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കൃത്യമായ ജാഗ്രത പാലിക്കുന്നവർക്കെതിരെ വലിയ നടപടികൾ നടപടികളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ജാഗ്രതയിലെ വീഴ്ച തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ രോഗബാധിതരുടെ എണ്ണം കൂടാനുള്ള ഒരു സാഹചര്യം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇതുവരെ മലപ്പുറം ജില്ലയിൽ 4796 സാമ്പിളുകളുടെ ഫലം കൂടി ഇനി ലഭ്യമാവാനുണ്ട്. 1,60,541 സാമ്പിളുകളാണ് ഇതുവരെ മലപ്പുറം ജില്ലയിൽ പരിശോധിച്ചത്. മനു, ശരി,
സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 915 പേർക്ക് മലപ്പുറത്ത് രോഗബാധ സ്ഥിരീകരിച്ചു. ഏതായാലും സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഓരോ ദിവസവും ചെല്ലുന്തോറും കൂടി വരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും 7445 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. 3391 പേരാണ് രോഗത്തിൽ നിന്നും മുക്തരായത്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 56,709 പേരാണ്. ഇതുവരെ രോഗമുക്തി നേടിയവർ 1,17,921 പേർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,493 സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഇന്ന് 17 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അതേസമയം തന്നെ 14 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 655 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഇന്നത്തെ കോവിഡ് കണക്കുകളുടെ തത്സമയ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് നമ്മൾ ഈ ഒരു സമയത്ത് കണ്ടത്.